മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുവാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ചെയ്യുന്ന ആൾ വിശ്വാസിയാവണം എന്നതാണ്. ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ജാതി മത ഭേദമന്യേ നല്ല മനുഷ്യരുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാറുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുക, അതേപോലെ ബന്ദികളെ മോചിപ്പിക്കുക, അതിഥികളെ സൽക്കരിക്കുക തുടങ്ങിയിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുമനസ്കരായ പല ആളുകളെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല പ്രവർത്തനങ്ങളാണെന്ന് എല്ലാവരും വിലയിരുത്തുമെങ്കിലും പരലോകത്തെത്തുമ്പോൾ ചെയ്ത ആൾ വിശ്വാസി അല്ല എങ്കിൽ അല്ലാഹു തആലാന്റെ അടുത്ത് അതൊട്ടും പ്രതിഫലാർഹമായിരിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹുൽ ലംആനു മാഅ. അവിശ്വാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹുൽ ലംആനു മാഅ, ദാഹിച്ചവർ അത് വെള്ളമാണെന്ന് കരുതി ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് അടുത്തു പോകും. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅ, അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതൊന്നുമായിരിക്കില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതേപോലെ മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയായിരിക്കും അവിശ്വാസികൾ ഈ ലോകത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളുടെ പരലോകത്തെ അവസ്ഥ എന്നാണ് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അവിശ്വാസികൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുവെ നല്ലതാണെന്ന് വിലയിരുത്തപ്പെടുന്ന നല്ല പരോപകാര പ്രവർത്തനങ്ങൾ, മറ്റുള്ള സഹായ സഹകരണങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പരലോകത്ത് പ്രതിഫലം നൽകുന്നില്ലെങ്കിലും അല്ലാഹു തആല അവൻ്റെ നീതി എന്ന നിലക്ക് ഈ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു തആല അതിന് പകരം നൽകുന്നുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകിയിട്ടോ, രോഗങ്ങളിൽ നിന്ന് മോചനം നൽകിയിട്ടോ, ജീവിതം സുഭിക്ഷമാക്കി കൊടുത്തിട്ടോ, ജീവിതം സന്തോഷകരമാക്കി കൊടുത്തിട്ടോ, ഇതുപോലെ എന്തെങ്കിലും ഈ ഭൗതിക ലോകത്ത് വെച്ച് അത്തരം പ്രവർത്തനങ്ങളുടെ ഗുണം അല്ലാഹു തആല അവർക്ക് നൽകുമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണും, ഇന്നല്ലാഹ ലാ യളിമുൽ മുഅ്മിന ഹസന. അല്ലാഹു തആല ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന ഒരു നന്മയും പ്രതിഫലം നൽകാതെ ഒഴിവാക്കി കളയുകയില്ല. യുഅ്താ അലൈഹാ ഫിദ്ദുനിയ വയുസാബു അലൈഹാ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടും അല്ലാഹു തആല അവർക്ക് കൊടുക്കും, അതിൻ്റെ പുറമെ വയുസാബു അലൈഹാ ഫിൽ ആഖിറ, ആഖിറത്തിലും അതിൻ്റെ പേരിൽ അവർക്ക് പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വ അമ്മൽ കാഫിർ, പക്ഷേ അവിശ്വാസിയായ ആളുകൾ ഫയുത്അമു ബിഹസനാതിഹി ഫിദ്ദുനിയ, അവൻ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക് പകരമായി ഇവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആഹാരം നൽകപ്പെടുന്നുണ്ട്. അങ്ങനെ പരലോകത്തേക്ക് എത്തിയാൽ ലം തകുൻ ലഹു ഹസന, അവിടെ അദ്ദേഹത്തിന് സൽക്കർമ്മങ്ങൾ ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾ വിശ്വാസിയായേ പറ്റൂ. അവിശ്വാസികൾ നല്ലത് എന്ന് പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ നമ്മളെല്ലാം നല്ലതായി കാണുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലമെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നാളെ പരലോകത്തേക്ക് പ്രതിഫലത്തിന് വേണ്ടി അല്ലാഹു തആല മാറ്റിവെക്കുന്നില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ നിയ്യത്ത് അനിവാര്യമായ നിസ്കാരം പോലത്തെ, നോമ്പ് പോലത്തെ സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ഇത്തരം സൽക്കർമ്മങ്ങൾ അവിശ്വാസികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു പ്രതിഫലവും കിട്ടുകയില്ല. പ്രതിഫലമെന്ന് കാരണം അത്തരം പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ തന്നെ അതിന് നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്താണെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഭാഗത്തിൽ നിന്നുള്ളത് മാത്രമേ പരിഗണിക്കപ്പെടുകയുമുള്ളൂ. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരോപകാര പ്രവർത്തനങ്ങളും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും
നിയ്യത്ത് അനിവാര്യമായ പ്രവർത്തനങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ പ്രതിഫലം ഈ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു തആല ആർക്കും നൽകും, അവിശ്വാസികൾക്കും നൽകും. വിശ്വാസികൾ ചെയ്താൽ ഇവിടെ വെച്ച് നൽകപ്പെടുന്നതിൻ്റെ പുറമെ നാളെ പരലോകത്ത് വെച്ചുകൂടെ അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം നൽകുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുപാട് പ്രതിഫലം സമ്പാദിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.